ഗാർമെൻറ്റ് ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്കേർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ സ്കേർട്ടിൻ്റെ ഇല്ലുസ്ട്രേഷനാണ് പറഞ്ഞു തരുന്നത്. ഇതിനായി സ്കേർട്ടിൻ്റെ ബാൻഡ് ആദ്യം വരച്ചെടുക്കണം. നമ്മളിപ്പോൾ ഏത് സ്കേർട്ട് ചെയ്യുന്നെങ്കിലും ആദ്യം ബാൻഡാണ് വരച്ചെടുക്കുന്നത്. ബാൻഡ് കറക്റ്റ് ഷേപ്പിൽ വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആദ്യത്തെ സ്കേർട്ട് എന്ന് പറയുന്നത് ഗ്യാതേർഡ് സ്കേർട്ടാണ് ചെയ്യുന്നത്. ഗ്യാതേർഡ് സ്കേർട്ട് എന്ന് പറയുമ്പം നമ്മൾ വേസ്റ്റ് ബാൻഡ് ഒരു എലാസ്റ്റിക് ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പം ആ ഒരു എലാസ്റ്റിക് ഇട്ടിട്ടുള്ള ബാൻഡിന് ചെറുതായിട്ടൊരു ശ്രിങ്കേജ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ലൈൻ ജസ്റ്റ് ചെറിയ സിഗ്സാഗ് മോഡലിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വരച്ച സ്ട്രെയിറ്റ് ലൈൻ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് ആ ഒരു അടയാളത്തിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് തന്നെ ചെറിയൊരു കേവായിട്ട് സിഗ്സാഗായിട്ടൊക്കെ ചെറിയ രീതിയിലൊരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. എലാസ്റ്റിക് ഇട്ടാൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇനി സ്കേർട്ടിൻ്റെ രണ്ട് ഭാഗത്തായിട്ടുള്ള ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. കുറച്ച് ഫ്ലെയറായിട്ട് വരുന്ന വിധത്തിൽ തന്നെ വരച്ചു കൊടുക്കേണ്ടതാണ്. ഗ്യാദേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ബോട്ടം ഭാഗം കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ ബോട്ടം ഭാഗത്ത്, അതായത് താഴെ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈൻ അല്ല കൊടുക്കേണ്ടത്, കുറച്ചൊരു കേവായിട്ടുള്ളൊരു ഷേപ്പിലാണ് വരച്ചു കൊടുക്കേണ്ടത്. സ്കേർട്ടിൻ്റെ രണ്ട് സൈഡിലെ ഷേപ്പ് ഒന്ന് ലെവലാക്കുന്നതിന് വേണ്ടി ഒന്ന് എറേസ് ചെയ്ത് ഒന്നുകൂടെ റീഡ്രോ ചെയ്യുന്നുണ്ട്. ഗ്യാതേർഡ് സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ വേസ്റ്റ് ബാൻഡിനേക്കാൾ കൂടുതലായി താഴത്തെ ഭാഗം ഉണ്ടായിരിക്കുന്നതാണ്. ഗ്യാദേഴ്സ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഒരു വലിയ ഫാബ്രിക്കിനെ ചെറിയ അളവിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വലിയ ഫാബ്രിക്കിനെ ചുരുക്കി, അതായത് ഗ്യാതറിങ് ചെയ്ത് വേസ്റ്റിൻ്റെ അളവിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നു. വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗത്ത് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നതിനാലും എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതിനാലും ആ ഭാഗത്തെ വീതി കുറവും ബോട്ടം ഭാഗത്ത് വീതി കൂടുതലുമായിരിക്കും. ഇനി ബോട്ടം ഭാഗത്ത് ആ ഒരു ഷേപ്പ് വരക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം ഗ്യാദേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ താഴെ ബോട്ടം ഭാഗത്ത് വരുന്ന ആ ഒരു എഫക്റ്റ് വരുന്നതിന് വേണ്ടി ഇങ്ങനെ ചെറുതായി വരകൾ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം. ആദ്യം നമ്മളൊരു കേവായിട്ടുള്ളൊരു ഷേപ്പ് മാത്രം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തതേ ഉള്ളൂ. ഇനിയാണ് നമുക്ക് ഗ്യാതേർഡ് സ്കേർട്ടിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്ന വിധത്തിലുള്ള ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. ആദ്യം ചെയ്ത പോയിൻറ്റ്സിലൂടെ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. അതായത് ഗ്യാദേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ താഴെ ഭാഗം ഇടയ്ക്ക് ചില ഭാഗത്ത് ചെറിയ മടക്കുകളും കേവുകളൊക്കെ ആയിരിക്കും അതിൻ്റെ താഴെ ഭാഗം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ചെറിയൊരു ഷേപ്പിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഒന്ന് എറേസ് ചെയ്ത് ഒന്നുകൂടെ ഷേപ്പ് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ഹെം ലൈനിൽ നിന്നും, അതായത് സ്കേർട്ടിൻ്റെ ബോട്ടം ഭാഗത്ത് ആ ഒരു കേവായിട്ടുള്ള ഷേപ്പ് കൊടുത്തടത്ത് നിന്നും മുകളിലോട്ടേക്ക് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈൻസ് വരയ്ക്കുമ്പം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല, ചെറിയൊരു കേവായിട്ട് ഉള്ളിലോട്ടേക്ക് വരുന്ന വിധത്തിൽ, അതായത് ഗ്യാതേർഡ് സ്കേർട്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാദേഴ്സ് വരുമ്പം താഴെ ഭാഗം കുറച്ചൊരു ഫ്ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു സ്കേർട്ടിൻ്റെ ഫാബ്രിക് നിൽക്കുന്നത് എങ്ങനെയാണോ ആ ഒരു എഫക്റ്റ് മനസ്സിലാവുന്ന വിധത്തിലാണ് ഈ ലൈൻസ് കൊടുക്കേണ്ടത്. ഇനി ഈ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ നിന്നും താഴോട്ടേക്ക് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ലൈൻസ് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ലൈനായിട്ട് ഡാർക്കാക്കിയിട്ട് ഫുള്ളായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലല്ല, സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഡാർക്കായിട്ട് തുടങ്ങി ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുക. അതായത് എൻഡിങ്, ആ ലൈനിൻ്റെ എൻഡിങ് നിർത്തുന്ന സ്ഥലവും ഒരു പോയിൻ്റ് ഇട്ട് ഈ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഒരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യുന്ന വിധത്തിലാവണം വരയ്ക്കേണ്ടത്. അതായത് സ്റ്റാർട്ടിങ് കുറച്ച് ഡാർക്ക് ആണെങ്കിലും ലാസ്റ്റിലോട്ട് എത്തുമ്പം ലൈറ്റ് ആയിട്ടാണെങ്കിൽ പോലും ആ ലൈൻസ് ഒന്ന് കണ്ടിന്യൂഷൻ വരണം. ഇനി ഈ ലൈൻസിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ലൈൻസിൻ്റെ കൂടെ ചെറിയൊരു ഹുക്ക് പോലെ വളഞ്ഞിട്ടുള്ള രീതിയിലും വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരക്കുന്നത് ആ ഒരു ഗ്യാദേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാബ്രിക് ചുളിഞ്ഞിട്ടാണ് ഉണ്ടാവുക. കുറേ വലിയ ഫാബ്രിക് ചെറുതാക്കി ചുരുക്കി കൊണ്ടുവരുന്ന സമയത്ത് ഫാബ്രിക് ചുരുങ്ങി വരുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഹുക്ക് പോലെയുള്ള രീതിയിൽ വരച്ചു കൊടുത്തിട്ടുള്ളത്. വേസ്റ്റ് ബാൻഡിലും അതുപോലെ
ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ ചുളിവുകൾ വരുന്നതിൻ്റെ രീതിയിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ വരച്ചതിൻ്റെ മുകളിൽ കൂടെ 8Bയോ 10Bയോ പെൻസിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഡാർക്കൺ ചെയ്യുന്ന സമയത്തും ആ ലൈൻസൊക്കെ അതേ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെയും നന്നായി ഡാർക്ക് ചെയ്തിട്ട് ആ ഷേപ്പൊക്കെ കറക്റ്റ് അതേ ലെവലിൽ തന്നെ കൊണ്ടുവരാൻ നോക്കണം. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ചെറിയ ചെറിയ ഷേപ്സും ലൈൻസും ഒക്കെ കറക്റ്റ് അതുപോലെ തന്നെ വരച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി ഇവിടെ ആ ഉള്ളിൽ വരച്ച ഒരു ലൈന് കുറച്ച് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ലൈനിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ സ്കേർട്ടിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ചൊന്ന് ഡാർക്കാക്കി വരച്ചു കൊടുക്കുക. നമുക്ക് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി പേപ്പർ സ്റ്റെംസ് എടുത്ത് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെൻറ്ററിലുള്ള ഭാഗത്ത് കൂടുതൽ ടച്ച് ചെയ്യണ്ട. അവിടെ ആ ഒരു വൈറ്റായിട്ട് ഹൈലൈറ്റ് പോലെ നിന്നോട്ടെ. ബാക്കിയുള്ള ഭാഗത്ത് ലൈൻസ് വരച്ച സ്ഥലത്ത് മാത്രമാണ് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും വരച്ച് ഡാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഹെംലൈൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലോട്ടേക്കും വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് താഴോട്ടേക്കുമാണ് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ കൂടുതലായിട്ട് ഡാർക്കൺ ചെയ്യേണ്ട, കാരണം അവിടെ ഒരു ചെറിയ സ്പേസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗത്ത് ഡാർക്ക് ചെയ്ത് വരച്ച ഭാഗത്തൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ വൈറ്റ് ആയിട്ട് തന്നെ നിന്നോട്ടെ. അതൊരു ഹൈലൈറ്റിന് വേണ്ടി അങ്ങനെ തന്നെ നിന്നോട്ടെ. ഫുള്ളായിട്ട് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ഫുൾ ഒരു ഡാർക്കൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയൊക്കെയാണോ പെൻസിൽ വെച്ച് ഡാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ മാത്രം പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്കേർട്ടിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ആ ലൈൻ ഒന്ന് മുകളിലോട്ടേക്ക് ജോയിൻ ചെയ്ത ശേഷം അതൊന്ന് ഡാർക്കൻ ചെയ്ത് അതുകൂടെ ഒന്ന് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൂടെ ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്കേർട്ടിൻ്റെ പേരൊന്ന് താഴെ എഴുതി വെക്കാം, ഗാദേർഡ് സ്കേർട്ട്.